DGP ആകാനുള്ള ആളുകളുടെ ലിസ്റ്റ്. അതിൽ 3 പേര് തിരഞ്ഞെടുത്തിട്ടുണ്ട് UPSC വഴി. പക്ഷേ ഈ 3 പേരോടും കേരളത്തിന് അത്ര താല്പര്യമൊന്നും പോരാ. അപ്പോൾ അവർ നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു ഇൻചാർജ് DGP ആ ഒരു രീതിയിലേക്ക് പോകുന്നു, അതിനുള്ള എന്തോ നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അതെ പ്രീത, ഇതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകും എന്ന് നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ കേൾക്കുന്ന ഒരു വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ബാക്ക് ഹിസ്റ്ററി ആദ്യം പറയാം നമുക്ക്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ 6 പേരുടെ പേരുണ്ടായിരുന്നു. അതായത് യോഗേഷ് ഗുപ്ത, മൂന്നാമത്തെ പേര് യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, പിന്നീട് മനോജ് എബ്രഹാം, പിന്നെ സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ, ഇങ്ങനെ ഇത്രയും പേരുണ്ട്. ഈ ഇത്രയും പേരുടെ പേരിൽ ഇവരെല്ലാം തന്നെ DGP ആകാൻ യോഗ്യത ഇവരിൽ 3 പേരെയാണ് UPSC പ്രകാരം സർവീസ് അനുസരിച്ച് ഏതാണ്ട് പിന്നെ അതെ അവർ 3 പേര്, യോഗേഷ് ഗുപ്തയും റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, ഇവർ 3 പേരാണ് ആകാൻ യോഗ്യത എന്ന് UPSC പറഞ്ഞു. അവർ കേന്ദ്രത്തിൽ നിന്ന് IPS ആണ് തീരുമാനിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് യോഗേഷ് ഗുപ്ത നേരത്തെ ഇരുന്ന അദ്ദേഹം ഇവിടെ നോക്കിയിരുന്ന വിജിലൻസിൻ്റെ ഇതിൽ ഇരുന്ന സമയത്ത് PP ദിവ്യയെ അവരുടെ ഉൾപ്പെടെ CPM-ന്റെ പല നേതാക്കളെയും കണ്ണൂർ ഘടകത്തിലെ നേതാക്കളെയും ഒക്കെ അവരുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പിന്നെ കിഫ്ബി CEO-യുടെ വിഷയം ഒക്കെ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്തു. അതാണ് എൻ്റെ ചുരുക്കം. അതെ, ഒരു സീറ്റ് ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്തമായി ചെയ്തു, പിടിയാളായിട്ട് നിന്നില്ല. ദെൻ അദ്ദേഹം നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അണ്ടർലൈൻ ചെയ്തു. ദെൻ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി എടുത്തിട്ട് ഇവിടെ പയ്യന്മാരെ മറ്റേ ഇതിൽ കൊടുത്തു, ഏതിലാ ഫയർഫോഴ്സിൽ കൊടുത്തു, ഫയർഫോഴ്സിലൊക്കെ അദ്ദേഹത്തിന് മാറ്റി കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതൊരു ഭയങ്കരമായ ഒരു വീഴ്ചയായി. അങ്ങനെ വീഴ്ചയായപ്പോഴത്തേക്ക് അദ്ദേഹം അതിനെ അദ്ദേഹം ED-യിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് ഇവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തില്ല. അതിന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററിയാണ്. ദെൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 5 പേരെ പേര് 5-6 MR അജിത് കുമാർ വരെയുള്ള പേരുകാരിൽ ആരെങ്കിലും ഒരാളെ ഇവർക്ക് ഇൻചാർജ് പദവി, അതായത് DGP ഇൻചാർജ് എന്ന പദവിയിൽ സർക്കാരിന് വെക്കാമോ എന്ന നിയമോപദേശം തേടാനായിട്ട് സർക്കാർ തീരുമാനിക്കും. അപ്പൊ നിയമോപദേശം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻചാർജ് വരുമ്പോ എല്ലാം അങ്ങ് കൈയോടെ കിട്ടും, ആ ഒരു പൊസിഷൻ കിട്ടും. പക്ഷെ എല്ലാത്തിലും സർക്കാരിന്റെ കൂടെ ഒരു കൈകടത്തലുണ്ടാവും. അല്ല, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ പദവിയിൽ ഏറ്റവും വലിയൊരു പദവിയാണ്. അപ്പോൾ അതിപ്പോൾ ഇവർക്ക് നമ്മൾ അറിയുന്നത് മനോജ് എബ്രഹാമിനെ ആക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിൽ എന്നാണ് പറയുന്നത്. മനോജ് എബ്രഹാമിനെ ഇൻചാർജ് പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. മനോജ് എബ്രഹാം വന്നു കഴിഞ്ഞാൽ മനോജ് എബ്രഹാമിന് സർവീസ് തീരുമ്പോൾ മനോജ് എബ്രഹാം ഇറങ്ങുമ്പോൾ വീണ്ടും അജിത് കുമാറിനെ കൊണ്ടുവരാം. അതുവരെ ഈ 3 പേര് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പോവുകയോ അവർ റിട്ടയർ ആവുകയോ ഒരു കൊല്ലം കൊണ്ട് റിട്ടയർ ആവുകയോ ചെയ്താൽ ഈ നമ്മൾ പറയുമല്ലോ തലവേദനകൾ മാറുമല്ലോ എന്നുള്ള. അപ്പോൾ ഏതായാലും നിയമോപദേശം തേടാൻ പോകുമ്പോൾ ആ നിയമോപദേശം എളുപ്പത്തിൽ ഇവർക്ക് തേടാൻ പറ്റില്ല. അതായത് VS തന്നെ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2011 സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. ആ സുപ്രീം കോടതി വിധി പ്രകാരം UPSC പറയുന്ന ആൾക്കാരെ വീണ്ടും അങ്ങനെ ആക്കാൻ കഴിയുള്ളൂ. 2011 ആ നിയമം അച്യുതാനന്ദൻ ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. UPSC പ്രകാരമേ ഇതേ കണക്ക് ആക്കാവൂ, ആരെ DGP ആയിട്ട് നിയമിക്കാവൂ എന്ന് അച്യുതാനന്ദൻ തന്നെ അന്ന് അവരുടെ അപ്പോൾ ഒരേ പാർട്ടിയുടെ ഗവൺമെന്റ്, LDF ഗവൺമെന്റിന്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ, ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ. അപ്പോൾ അത് എത്രത്തോളം അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നിയമോപദേശം തേടാൻ പോകുന്നതൊക്കെ പറഞ്ഞ് നിസ്സാര സംഗതിയല്ല. നിയമോപദേശം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ കാണുന്നില്ലേ ചില കേസുകൾ നിയമോപദേശം തേടുന്നുണ്ടല്ലോ. നിയമോപദേശം ആവശ്യമുള്ള കാര്യത്തിനും പിന്നെ അതിപ്പോൾ നിയമോപദേശം തേടുമ്പോൾ ചിലപ്പോൾ ഇത് വല്ല കേസാവും. ഇത് ചിലപ്പോൾ സുപ്രീം കോടതി വരെ പോകും, ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോകും. അങ്ങനെ നിയമോപദേശം തേടി ഇങ്ങനെ തനിക്ക് അർഹതപ്പെട്ട DGP പോസ്റ്റ് കിട്ടാതെ പോയിട്ടാണ് പ്രജിത തന്നെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ സെൻകുമാർ ആയിട്ടുണ്ടെന്ന് പ്രജിതയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഞാനത് മറന്നിരിക്കുകയായിരുന്നു, ആ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പേര് മറന്നതല്ല, അദ്ദേഹം അങ്ങനെ വന്ന കേസ് ഞാൻ മറന്നിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഓർത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കേസുണ്ട്. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുണ്ട് ഇവർക്ക്. ഇവരുടെ UPSC പ്രകാരം വരുമ്പോൾ IPS-കാർക്ക് അവരുടെ ട്രൈബ്യൂണലുണ്ട്, അവർക്ക് പറയാൻ അവരുടെ കോടതി പോലെയാണ്. ഇവിടെ ഈ സർക്കാർ ഈ കാണിക്കുന്ന എല്ലാ ചെയ്തികൾക്കും കണ്ടില്ലേ, നമ്മൾ അശോക് സാറ് ചെയ്ത് കണ്ടില്ലേ, അശോക് കണ്ടില്ലേ, കൃഷി വകുപ്പിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ രാജ്യരായ്മാനം പ്രസാദ് മിനിസ്റ്റർ പോലും അറിയാതെ എടുത്ത് മാറ്റി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതിൽ ആകെ ഒരു ചുരുക്കെഴുത്ത് സർക്കാരിന് അഭിമതരായിട്ടുള്ള ആൾക്കാർ അവരുടെ ചുരുക്കി പറഞ്ഞാൽ വിടുപണി ചെയ്യാനായിട്ടൊരു ഓഫീസറെ വേണം. ആ വിടുപണിക്ക് ഇൻചാർജ് 10ഓളം സംസ്ഥാനങ്ങൾ വരെ ഉണ്ട് എന്ന് നമ്മൾ തന്നെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്.
ആ ഒരു രീതിയിലേക്ക് പോകാൻ പോകുന്നു, അത്തരത്തിൽ നിയമോപദേശത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. ഈ നിയമോപദേശം തേടി പോകുമ്പോൾ അതിനും ഫണ്ട് ഇളവുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഫണ്ട് ഇവിടെ ഇവർക്ക് സർക്കാരിന്റെ തന്നെ ആളുണ്ടല്ലോ, സർക്കാരിന്റെ തന്നെ വക്കീലില്ലേ, സർക്കാരിന്റെ തന്നെ വക്കീൽ വരും, സർക്കാരിന്റെ തന്നെ വക്കീൽ വരും. ആ വക്കീല് സർക്കാരിന് നിയമോപദേശം കൊടുക്കുന്നത് വക്കീലുമാരാണല്ലോ. കോടതിയിൽ നിന്നും ഇതിന് പറഞ്ഞോളൂ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എടുക്കും. നമുക്ക് ഏതിനും ഒരു ബാക്ക് ഫെയിൽ ഉണ്ടാവും. ഇപ്പൊ സർക്കാരിന്റെ കേസുകളിലൊക്കെ തന്നെ ഒരു ബാക്ക് ഫെയിൽ ഉണ്ടാവും. ഈ ബാക്ക് ഫെയിൽ എടുത്തിട്ടാണ്, പൊടിതട്ടി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പ്രജിത ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലിരിക്കുന്നു. അയ്യപ്പദാസിൻ്റെ ഒരു പെറ്റീഷൻ വരുന്നു, അയ്യപ്പദാസ് കൊടുക്കുന്ന ഒരു പേപ്പർ വരുന്നു, എൻ്റെ മകളുടെ ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ കൊണ്ടുവന്ന ആ പേപ്പർ തരുന്നു, നിങ്ങൾ ഇതെടുത്ത് വെച്ച് നോക്കുന്നു, നോക്കിയിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി ദ സെയിം തിങ്, ഇതിൻ്റെ ഈ സൂക്കേടുള്ള വേറെ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കും, ആ ബാക്ക് ഫയൽ എടുക്കും. ആ ബാക്ക് ഫയലിൽ എങ്ങനെയാണ് ഡിസിഷൻ പോയിരിക്കുന്നത്, നിയമവശം എവിടെയാണ്, അതിൻ്റെ കോട്ടുകൾ എന്താണ്, ആ ക്ലോസ് എന്താണ്, അത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടാകും, കോടതി വിധി ഉണ്ടാകും, അതിൽ ജില്ലാ കോടതി വിധിയുണ്ടാകും, ഹൈക്കോടതി, ജില്ലാ കോടതി, സുപ്രീം കോടതി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം എടുത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിയമോപദേശം തേടി പോകുമ്പോൾ അത് പിന്നെയും നീണ്ടുപോകും. ഇപ്പം നാളെ തന്നെ ഈ പേര് വരണമെന്നില്ല, നാളെയോ മറ്റന്നാളാണ് മന്ത്രിസഭ കൂടുന്നത്, തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ കൂടുന്നത്. മന്ത്രിസഭ കൂടുമ്പോൾ ആ മന്ത്രിസഭ കൂടുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ സംഭവം ചിലപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല, ഒരു ഇൻചാർജ് പദവിക്ക് സർക്കാർ ശ്രമിക്കാൻ പോകുന്നു, നിയമോപദേശം തേടാൻ പോകുന്നു എന്നൊക്കെയുള്ള. ഈ UPSCയുടെ ലിസ്റ്റ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാമോ എന്നുള്ളതല്ലേ അന്വേഷിച്ചു. ഇങ്ങനെ ഒരു താൽക്കാലിക പദവി കൊടുത്തുകൂടെ, ഇൻചാർജ് പദവി. അതെ, UPSC ആൾക്കാർ, അതായത് UPSCയുടെ ലിസ്റ്റിലുള്ളവരോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ല ഞങ്ങളിപ്പോൾ തൽക്കാലം ഇത് എടുക്കുന്നില്ല, തൽക്കാലം സർക്കാർ ഇത് സ്വീകരിക്കുന്നില്ല, അത് കേന്ദ്രത്തെ അറിയാം, UPSC അറിയിക്കുന്നത് ആൾക്കാരല്ല, UPSC കേന്ദ്രത്തിന് അറിയാം. അല്ല ഞാൻ പറയുന്നത് UPSC പറഞ്ഞ ലിസ്റ്റിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇൻചാർജ് DGPയിലേക്ക് പോകാനാണ് താല്പര്യം. അത് എങ്ങനെയാണ് നിയമവശങ്ങൾ എന്നുള്ളത് അന്വേഷിക്കാൻ പോകുന്നു. അങ്ങനെയായിരിക്കും ഇതിന്റെ ക്ലോസ് വരാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും ഇനിയിപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ ഇനിയിപ്പോ അവരുടെ മന്ത്രിസഭ കൂടുമ്പോൾ അതിലിനിയിപ്പോ കേന്ദ്രത്തിന്റെ എന്തെങ്കിലും ഇടപെടൽ വരും. കാരണം കേന്ദ്രത്തിന്റെ UPSC വഴി വരുന്നത് അവരുടെ കൂടി താല്പര്യമുള്ള ഒരു ലിസ്റ്റ് ആണല്ലോ. ആ ലിസ്റ്റ് മാറ്റിവെക്കാനായിട്ട് അങ്ങനെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നത് 10ഓളം സംസ്ഥാനങ്ങളിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കാര്യം ഇവർക്ക് പറയാൻ പറ്റും. 10ഓളം സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ അതിൽ വിഷയം? ചിലപ്പോൾ അതിൽ BJP തന്നെ ഉണ്ടാവും, ബംഗാളുണ്ട്, അതിൽ ബംഗാളുണ്ട്. ബംഗാളിൽ മമത അങ്ങനെ ചെയ്തിട്ടുണ്ട്, മമതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വശങ്ങൾ വരുമ്പോൾ അതിൽ പിന്നെയും പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ റെവാഡയുടെ കേസ് പറയുമ്പോൾ റെവാഡയെ ആക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിരുന്നത്, അത് പറയുമ്പോൾ കൂത്തുപറമ്പ് കേസിൽ ഇവരുടെ പഴയ 5 സഖാക്കളെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിയാണ് അദ്ദേഹം, റെവാഡ. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ആ സീറ്റ് ഇരിക്കാൻ പറ്റില്ല, പിണറായി വിജയന് അദ്ദേഹത്തിന് ഈ സീറ്റ് ഇരുത്താൻ പറ്റില്ല. കാര്യം അദ്ദേഹം ഇനി എത്ര പിന്നെ പാർട്ടിയിൽ അധികായനെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ കുറച്ച് സഖാക്കൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ അത് പറയാനുള്ള സാധ്യത വരും. അതാണ് ഏറ്റവും വലിയ വേറൊരു വിഷയം. അല്ലെങ്കിൽ റവാഡയെ ഇരുത്തിയേനെ. രണ്ടാമത് നിതിൻ അഗർവാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്ര പോലീസിലിരുന്ന് എന്തൊക്കെയോ രാജ്യസുരക്ഷയിലൊക്കെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ യോഗേഷ് ഗുപ്ത, ഇവരുടെ മനസ്സിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് മനോജ് എബ്രഹാമിനെ കൊണ്ടുവരണം. മനോജ് എബ്രഹാമിനെ കൊണ്ടുവന്ന് അദ്ദേഹം ഒരു സ്തുതിപാഠകനാണ്. അപ്പോൾ അദ്ദേഹം ഈ എന്താ പറയുക ഇൻചാർജ് പദവിയിലേക്ക് അദ്ദേഹം ഇരുന്ന് കഴിയുമ്പോൾ CPMന്റെ സ്തുതിപാഠകനായി കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയും. അപ്പോൾ അജിത് കുമാറിനെ ഇതിൽ കൊണ്ടുവരാം, ഇവർ തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്നൊക്കെ ഒരു സ്വപ്നം ഇവർക്കുണ്ടല്ലോ. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണല്ലോ ഇത്. ചിലപ്പോൾ കിടന്നുകൊണ്ട് കാലൊരു ചവിട്ടി വിട്ടുമ്പോൾ മലപ്പൊടി അങ്ങ് വീണ കഥയുണ്ടല്ലോ, അതുപോലെ സംഗതി പൊട്ടിപ്പോയാലും മതി. എന്തായാലും നമുക്കിതിൽ പറയാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും കാശെടുത്ത് ഇവർ ഇത്തരത്തിൽ പല പല കാര്യങ്ങൾക്ക് കേസ് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളിൽ നിയമോപദേശം തേടിയിട്ട് അവസാനം അത് കേസിൽ പോയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളിൽ നിന്ന് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ അല്ലേ, അങ്ങനെ പല കേസുകളും. പെരിയ കൊലക്കേസ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ്. പിന്നെ സർക്കാരിന് കേന്ദ്രം കാശ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആൾക്കാരാണ് അല്ലെ, കേന്ദ്രം കാശ് തരുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോകാൻ നിയമോപദേശം കൊടുത്ത എബ്രഹാം എന്ന് പറയുന്നൊരു ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് ബാലഗോപാലിനേക്കാളും മിടുക്കനായ ആള്. ഏതായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വശങ്ങൾ പുറത്തേക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയൊരു വിവരം വെച്ച് ഇതാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. സർക്കാർ ചെയ്യാൻ പോകുന്നതിൽ VS അച്യുതാനന്ദൻ, അതായത് നമ്മുടെ ഇതിൽ നമുക്ക് പറയാനുള്ള ഇരുത്തി പറയാനുള്ള ഒറ്റ കാര്യം, VS അച്യുതാനന്ദൻ അതും ഒരേ ഗവൺമെന്റ്, ഇതേ പാർട്ടിയുടെ ഇതേ ഗവൺമെന്റിന്റെ സുപ്രീം കോടതി വിധിയെ മാനിച്ച് UPSC തെരഞ്ഞെടുത്ത ആളിനെയാണ് DGP ആക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഇതിന്റെ ചരിത്രം.